പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ലൈവിലൂടെ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായ പരിവർത്തനത്തിന് കാരണമാക്കി തീർക്കണമേ. കർത്താവേ, ഈ ലൈവിൽ കേൾക്കുന്ന ദൈവമക്കളെ ശക്തമായുള്ള ദൈവ നിയോഗത്താൽ ദൈവം അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ശക്തിയെ ദൈവാത്മാവ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്രയമായി ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ഒരവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വൻ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം പറയുകയാണ്. ഒരു പ്രാവശ്യവും കൂടെ ദൈവത്തിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ആത്മാവിൻ്റെ ശബ്ദവുമായി നിൽക്കാൻ സർവശക്തനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ഒരുക്കപ്പെട്ട അവസരത്തെ ഞാൻ വിലയേറിയതായി കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശേഷാൽ ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിജിൻ വർഗീസ് അവരുകളെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുകയാണ്. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൊറോണ പീരീഡിൽ ദൈവത്തിൻ്റെ വചനം അനേകരിൽ എത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ ദാസനെ ഇനിയും അധികമായി ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ അതിശക്തന്മാരായ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ്. ആ ഒരു പേജിൽ എനിക്കും ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തെ ഞാൻ നന്ദിയോടെ കാണുകയാണ്, ഭാഗ്യമായി കാണുകയാണ്. ദൈവത്തിൻ്റെ ഈ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നും. അത് കളയരുത്. വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കുക. അതിനൊരു കാരണമുണ്ട്. കാരണം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1-2 ഈ ദിവസത്തിന് മുന്നേ എന്നെ ഒരു സഹോദരി വിളിക്കാനിടയായിത്തീർന്നു. സ്തോത്രം. ആ സഹോദരി വിളിച്ചിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വചനം ശരിക്കും എൻ്റെ ഹൃദയത്തിൽ അതിശക്തിയോടെ പ്രയോജനപ്പെട്ടു എന്ന് പറയുവാൻ കേൾക്കുവാനും എനിക്ക് ഇടയായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവസാനം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞാനും ദേവദാസന്റെ കൂടെ പ്രാർത്ഥിക്കാനിടയായിത്തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ രോഗത്താൽ ഭാരപ്പെട്ട എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ അതിശക്തമായൊരു ദൈവശക്തി പാസ് ചെയ്യുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പാസ് ചെയ്ത മാത്രയിൽ തന്നെ എൻ്റെ ശരീരത്തിൽ അതിശക്തമായൊരു വിടുതൽ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ അകം ആത്മാവിൽ തിളയ്ക്കാനിടയായിത്തീർന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കേൾക്കുന്ന വചനത്തിനും അതിശക്തമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്നേരം ആത്മാവിൽ വെളിപ്പെട്ടു വരുവാൻ, ആത്മാവിൽ തിരിച്ചറിയുവാൻ സഹായിക്കുവാനിടയായിത്തീർന്നു. അപ്പോഴാണ് ദൈവവചനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു പദം ഞാൻ ഓർത്തത്: ദൈവവചനത്തിനോ ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പ്രാരംഭത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറിക്കോട്ടെ. ദൈവവചനത്തിന് ബന്ധനമില്ല. ഏത് ഫേസ്ബുക്ക് ലൈവ് ആണെങ്കിലും, ഏത് TV ചാനലിലൂടെ കേൾക്കുന്ന വചനമായാലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിനകത്ത് അതിശക്തി
ശക്തമായി പ്രവർത്തിക്കുവാൻ ഈ വചനത്തിന് കഴിയും എന്നുള്ളത് വളരെ തെളിവായി വെളിപ്പെട്ടു വന്ന സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഈ ജീവിതത്തിനകത്ത്, എൻ്റെയും ജീവിതത്തിനകത്ത് അതിശക്തമായി പ്രവർത്തിക്കുമെന്ന് വളരെ ഉറപ്പ് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞത്, ഈ മെസ്സേജ് നിങ്ങൾ തട്ടിക്കളയരുത്, നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്, ബ്യാക്കടിച്ചു പോകരുത്. ആമേൻ. കാരണം ഇതിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, റൂമിനകത്തായാലും പുറത്തായാലോ ഏത് മേഖലയിലായാലും ആമേൻ, ആ വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആമേൻ ഒരു സൂം മീറ്റിംഗ് ചെയ്യുവാൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചു. സൂം മീറ്റിംഗ്. അപ്പോൾ ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഗൾഫിലുള്ള ഒരു സഹോദരന് ലഭിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ആമേൻ സ്തോത്രം വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലിങ്ക് ലഭിച്ചത്. ആ ലിങ്ക് ഉടനെ അദ്ദേഹം വാഹനം സൈഡിൽ ആമേൻ ഒതുക്കി നിർത്തിയിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കേൾക്കുവാനിടയായി തീർന്നു. ആ മീറ്റിംഗ് അതിശക്തമായ ദൈവപ്രവൃത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. തന്നോട് ദൈവാത്മാവ് സംസാരിക്കുകയും ദൈവാത്മാവിന്റെ ദൂത് അതിശക്തമായി അദ്ദേഹം പ്രാപിച്ചെടുക്കുകയിനിടയായി തീർന്നു. അതുകൊണ്ട് വളരെ ഉറപ്പോടെ ഞാൻ പറയാം, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ ലൈവ് അസാധാരണമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ആമേൻ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുകയാണ്. ആമേൻ. ഉറപ്പോടെ ഞാനത് കാണുകയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന, ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനങ്ങളെ ചൊല്ലുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പകലിൽ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് അതെന്റെ ജീവിതത്തിൽ ആഴമായി സ്പർശിക്കുവാനിടയായിത്തീർന്നു. ആ ഭാഗം നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന് ആധാരമായ ഒരു വാക്യം വായിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം, ആമേൻ, അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ 12 മുതലുള്ള വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. എന്നാൽ സമയത്തിന്റെ ചുരുക്കം മുഖാന്തരം ഒരു വാക്യം, ഒറ്റ ഒരു വാക്യം, അതിനകത്തുനിന്ന് ഒരു വാക്യം വായിച്ച് മാത്രം ഞാൻ മുൻപോട്ട് പോകാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ സ്തോത്രം. 16-ാമത്തെ വാക്യം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചതും നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഞാൻ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ കൊടുത്തപ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ എഴുതി, ആമേൻ, മഹിമ കണ്ട സാക്ഷികൾ, മഹിമ കണ്ട സാക്ഷികൾ. അടുത്ത പദം, ആമേ, മഹിമ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യേകത. ഈ ക്യാപ്ഷൻ അകത്ത് നിന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടെ വരിക. വളരെ ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവത്തിന്റെ ദൂതുകൾ ഇതിനകത്ത് ദൈവാത്മാവ് മറച്ചിട്ടുണ്ട്. ഒരുമിച്ച് നാം ചേർന്ന് ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേട്ടെ. ആമേൻ. ഈ പത്രോസിന്റെ 2-ാമത്തെ ലേഖനം, ദൈവാത്മാവിൽ പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ ലേഖനം, 2-ാമത്തെ ലേഖനം എന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങളാണ്. ഈടുറ്റ, തികവുറ്റ, കിടയറ്റ അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ പത്രോസ് ദൈവാത്മാവിൽ ദൈവത്തിന്റെ സഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നാം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. വിഷയം എന്ന് പറയുന്നത് മഹിമ കണ്ട സാക്ഷികൾ. ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ചൊരു വാക്ക് നാം ചിന്തിക്കണം. ആ പത്രോസിനെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്. ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ മുതൽ 5-ാമത്തെ വരെയുള്ള വാക്യങ്ങളിലാണ് പത്രോസിന്റെ ആദ്യത്തെ ചരിത്രം നാം രേഖപ്പെട്ടത് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ആരംഭ സമയങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തുടങ്ങി അനന്തരം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഗന്നസരത്ത് തടാകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എത്തപ്പെട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഗന്നസരത്ത് തടാകത്തിൽ നിൽക്കുമ്പോൾ യേശു കടലിലേക്ക് നോക്കുന്നു. കടലിന്റെ തീരത്ത് 2 പടകുകൾ ചേർത്തിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ പടക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, പ്രൈസലോ, ഇവർ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് വന്ന് ഇവർ വല കഴുകി ഇവർ മടക്കി വെക്കാനുള്ള തത്രപ്പാടിനകത്ത് നിൽക്കുകയാണ്. രണ്ട് പടകുകൾ, പ്രൈസലോ, കണ്ടോ, രണ്ട് പടകുകളും ഇങ്ങനെ ചേർന്ന് കിടക്കുന്നു. അപ്പോൾ യേശു നോക്കിയപ്പോൾ രണ്ട് പടകുകൾ, ആ പടകിൽ ശീമോനുള്ള ഒരു പടകിനകത്ത് യേശു കയറുവാനിടയായിത്തീർന്നു. യേശു കയറിയിട്ട് ഈ പടകിനകത്തു നിന്ന് തന്റെ മുൻപിൽ കൂടിയിരുന്ന പുരുഷാരത്തോട് അതിശക്തമായ ദൂതുകൾ യേശു കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗങ്ങൾ യേശു അവിടെ പ്രസംഗിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രസംഗം എല്ലാം തീർന്ന ശേഷം പത്രോസിനോട് യേശു പറഞ്ഞു, നീ ആഴത്തിലേക്ക് പടക് നീക്കി വലയിറക്കുവാൻ പറഞ്ഞു. കേട്ടോണേ, ആഴത്തിലേക്ക് പടക് നീക്കി വലയിറക്കാൻ. കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വന്ന പത്രോസിനോട് യേശു പറയുക, കുഞ്ഞെ, നീ പടക് ആഴത്തിലേക്ക് നീക്ക്, ആഴത്തിലേക്ക് നീക്കിയിട്ട് നീ വലയിറക്ക്. ആമേൻ, സ്തോത്രം. അപ്പൊ പത്രോസ് പറഞ്ഞു, നാഥാ, കഴിഞ്ഞ രാത്രി മുതൽ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. കേട്ടോണേ ദൈവമക്കളെ, ആമേൻ. യേശു പത്രോസിനോട് ഒരു നിയോഗം കൈമാറി. എന്താ നിയോഗം എന്നറിയാമോ? നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നിയോഗത്തെ സംശയമില്ലാതെ ഈ പത്രോസ് നിയോഗത്തെ ഏറ്റെടുക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വേദപുസ്തക പുതിയ നിയമ കാലഘട്ടങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട 3 വ്യക്തികളാണ്. ഒന്ന് യേശു ക്രിസ്തു, 2 പത്രോസ്, 3 അപ്പോസ്തലനായ പൗലോസ്. കേട്ടോടെ ദൈവമക്കളെ, കണ്ടേ, ഈ പത്രോസിന്റെ തൊഴിലെന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. ഈ മീൻപിടുത്തത്തിനകത്ത് വളരെ പറയത്തക്ക രീതിയിൽ വിദ്യാഭ്യാസ യോഗ്യതകളില്ലാത്ത, പറയത്തക്ക രീതിയിൽ കഴിവില്ലാത്ത, പറയത്തക്ക രീതിയിൽ ഒരു പ്രമുഖതയും ഇല്ലാത്ത ഈ പത്രോസിനെ പിൻകാലഘട്ടങ്ങളിൽ അതിശക്തമായി നിയോഗത്തിലേക്ക് ദൈവാത്മാവിൽ ഉപയോഗിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ആമേൻ, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിനകത്ത് വെളിപ്പെടുത്തുന്നത്. അതെന്താ കാരണം? പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. യേശു കൈമാറിയ ഒരു നിയോഗം. പ്രൈസ് ദി ലോർഡ്. സമയമില്ല, സമയം നോക്കാതെ ആ നിയോഗത്തെ ഏറ്റെടുത്ത പത്രോസിന്റെ ജീവിതം അന്ന് മാറാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാ, തമ്പുരാൻ പറയുന്ന വാക്ക്, തമ്പുരാൻ കൈമാറുന്ന നിയോഗങ്ങൾ സംശയമില്ലാതെ ഏറ്റെടുക്കാനും അതനുസരിക്കാനും തയ്യാറായ, 2 പക്ഷമില്ലാതെ ഒരു ദൂത് ഞാൻ കൈമാറാം. നിന്റെ ജീവിതത്തെ മാറ്റുന്ന, നിന്റെ തലമുറയുടെ ജീവിതത്തെ മാറ്റുന്ന, നിന്റെ കുടുംബത്തെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും മാറ്റിയെഴുതാൻ പറ്റുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ നിയോഗമാണ് ദൈവാത്മാവ് കൈമാറുന്നത്. ഏറ്റെടുക്കാൻ വിശ്വാസവും തന്റെ അളവുമുള്ള ദൈവമക്കൾ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അന്ന് യേശു കൈമാറിയ ഈ നിയോഗത്തെ പത്രോസ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, കേട്ടോണേ, ഒന്നും കൂടെ ഞാൻ പറയാം, അന്ന് യേശു കൈമാറിയ നിയോഗത്തെ പത്രോസ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ പിൽകാലഘട്ടങ്ങളിൽ പത്രോസിനെ തമ്പുരാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിൻകാലഘട്ടങ്ങളിൽ പത്രോസിനെ ദൈവത്തിന്റെ സഭയുടെ, ആമേൻ, സ്തോത്രം, നെടുത്തൂണായി നിർത്താൻ പറ്റത്തില്ല. ആമേൻ. ആ നിയോഗത്തെ സ്വീകരിച്ചതാണ് മക്കളെ പത്രോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം. ഇന്ന് രാത്രി ഞാൻ പറയാം, ചില നിയോഗങ്ങൾ സ്വീകരിച്ചതാണ് നിന്റെ ജീവിതത്തിൽ വന്ന മാറ്റമെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ അതിശക്തമായി ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് ഈ ലൈവിൽ കേൾക്കുന്ന ചില ദൈവമക്കളോട് ആത്മാവിൽ ആലോചന പറയുക. ഈ ദൂത് വിശ്വാസത്താൽ നിങ്ങൾ പ്രാപിച്ചെടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അന്ന് ഈ നിയോഗത്തെ പത്രോസ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എന്റെ ചിന്തയാണ് ആമേൻ, സ്തോത്രം, പിന്നീട് പത്രോസിനെ നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ മുഖത്തു നോക്കി ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, ആമേൻ, ദൈവാത്മാവ് ചില നിയോഗങ്ങൾ നിനക്ക് കൈമാറിയിട്ടുണ്ട്. ആ നിയോഗത്തെ ഏറ്റെടുക്കാൻ നീ മനസ്സ് കാണിക്കുന്നെങ്കിൽ ഓർത്തോ, തമ്പുരാൻ നിന്റെ പടകിനെ നിറയ്ക്കുമെന്ന് ഇന്നു പകലിൽ ആത്മാവ് ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് വേണമെങ്കിൽ പറയാം,
പറയാം, നാഥ ക്ഷീണമാ, ഉറക്കം വരുന്നു, പ്രൈസ് ദി ലോർഡ്, ഈ വലയൊന്ന് കഴുകി തീർന്നിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാ, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടാരെ, ദാ മറ്റൊരു പടക അപ്പുറത്ത് മാറിക്കിടപ്പുണ്ട്, അങ്ങോട്ട് പോ, പ്രൈസ് ദി ലോർഡ്. ആണ് എന്നു വേണമെങ്കിൽ പത്രോസിന് പറയാമായിരുന്നു. എന്നാൽ പത്രോസ് പറയാ, ആണ് നിന്റെ വാക്കിന് എങ്കിലും, കണ്ടോ ആ പദത്തിന് നിങ്ങൾ അടിവരയിടണം, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ശൂന്യതയുടെ ഏറ്റവും പടുകൂറ്റം പടുക്കുഴിയിൽ നിൽക്കുന്ന പത്രോസാ പറയുന്നത്, കർത്താവേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, ചില ശൂന്യതയ്ക്കകത്തു നിൽക്കുന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ബിഗ് സീറോയ്ക്കകത്ത് നിൽക്കുന്ന ചില ദൈവമക്കളോട് ആത്മാവ് സംസാരിക്കുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ചില ദൈവമക്കളോട് ആത്മാവ് ദൂത് പറയുകയാണ്. എനിക്കറിയത്തില്ല, ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ചില ദൈവമക്കളോട് ശക്തമായി ആലോചന പറയാ. ആത്മാവ് നിയോഗത്തെ കൈമാറുകയാണ്. നിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു നിയോഗം ഇന്ന് രാത്രി സ്വർഗം നിനക്ക് തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറ്റുന്ന, നിന്റെ തലമുറയുടെ ശൂന്യത മാറ്റുന്ന, നിന്റെ ജോലിയുടെ ശൂന്യത മാറ്റുന്ന, നിന്റെ ഭാവിയുടെ ശൂന്യത മാറ്റുന്ന ചില നിയോഗത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി ആരുടെയൊക്കെ മേൽ ദൈവാത്മാവ് പകരുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി കർത്താവ് മാറ്റാൻ പോകുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കണ്ടോ, ആമേൻ. ആ പടകിനകത്ത് കയറിയിട്ട് തമ്പുരാൻ, ആമേൻ, സ്തോത്രം, ദാ പത്രോസിനോട് പറയുക, ആഴത്തിലേക്ക് വലയിറക്കുമോനെ. ആമേൻ, സ്തോത്രം. നാഥ, കഴിഞ്ഞ രാത്രി ഒന്നും കിട്ടിയില്ല, ഇന്ന് പകലിൽ, ഇത് പകല ഒരുപക്ഷെ ഏത് സമയമാണെന്ന് നമുക്കറിയത്തില്ല. ആമേ, പകലാണ്. ഈ പകലിൽ ഒരുപക്ഷെ മീൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ, പത്രോസിന് അറിയാം മീൻ കിട്ടുമോ ഇല്ലയോ എന്ന്. പത്രോസ് പറയും, തമ്പുരാനെ, നാദാ, ഞങ്ങൾ ഈ പകൽ സമയത്ത് വലയിടത്തില്ല, ഞങ്ങളൊന്ന് രാത്രിയിലോ അല്ലെങ്കിൽ വെളുപ്പിനാകുന്ന സമയത്തൊക്കെയോ വലയിറക്കത്തുള്ളൂ. ഇന്ന് ഈ പകലിൽ വലയിറക്കാൻ മീൻ കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ നാദാ. കാരണം ഗലീല കടലിന്റെ തീരത്തൂടെ കളിച്ചു വളർന്ന് ജനിച്ച ഈ മനുഷ്യന് ഗലീല കടലിനകത്ത് ഓളം തട്ടുന്ന ഓരോ തിരമാലകളുടെയും അതിന്റെ സ്പന്ദനം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാ ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാലും പത്രോസ് പറയുക, തന്റെ വിദ്യാഭ്യാസം, തന്റെ അറിവുകളോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ നിയോഗത്തെ സ്വീകരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയാ, നിന്റെ അറിവുകളെ മാറ്റിവെച്ചിട്ട്, നിന്റെ വിദ്യാഭ്യാസത്തെ മാറ്റിവെച്ചിട്ട്, നിന്റെ ബുദ്ധിയെ മാറ്റിവെച്ചിട്ട്, നിന്റെ ചിന്തകളെ മാറ്റിവെച്ചിട്ട് ദൈവാത്മാവിന്റെ നിയോഗത്തെ നീ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് രാത്രി സ്വർഗം ഒരു അസാധാരണ വിടുതലുകൾ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ദൂതാണ് പത്രോസിന്റെ ജീവിതത്തിൽ അസാധാരണ മാറ്റങ്ങൾ കൊണ്ടുവരാനിടയായി തീർന്നത്. ആ ദൂതാണ് പത്രോസിന്റെ ജീവിതത്തെ തന്നെ മാറ്റാനിടയായി തീർന്നത്. കേട്ടോ, അവിടെ പത്രോസ് തന്റെ ബുദ്ധിയെ മാറ്റിവെച്ചു. പത്രോസ് തന്റെ അറിവിനെ മാറ്റിവെച്ചു. കണ്ടോ, ശ്രദ്ധിക്കണേ. യേശുവിന്റെ നിയോഗത്തിന്റെ മുൻപിൽ പത്രോസ് തന്റെ അറിവ് മാറ്റിവെച്ചു. യേശുവിന്റെ നിയോഗത്തിന്റെ മുൻപിൽ പത്രോസ് തന്റെ ജ്ഞാനത്തെ മാറ്റിവെച്ച് എന്നിട്ട് യേശുവിന്റെ നിയോഗത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളെയും നിന്റെ ചിന്തകളെയും നീ മാറ്റിവെച്ചിട്ട് ദൈവാത്മാവ് നിന്റെ കാതുകളിൽ കേൾപ്പിച്ച നിയോഗത്തിന് നീ ചെവി കൊടുക്കാനും അതനുസരിക്കാനും തയ്യാറായ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ അസാധാരണ വിടുതലുകൾ സ്വർഗം ഇന്ന് രാത്രി തന്നെ ചെയ്യുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, സ്തോത്രം. ഈ നിയോഗത്തെ ഇന്ന് രാത്രി ഈ ആലോചന പറയുമ്പോൾ തന്നെ ആത്മാവ് ആരുടെയൊക്കെ ദൂത് കൈമാറുന്നു. ഇന്നലകളിൽ ചില വർഷങ്ങൾ നീ കേട്ട ചില ആലോചനകളുണ്ട്, നീ പ്രാപിച്ച ചില നിയോഗങ്ങളുണ്ട്. ഇന്നും
അത് നടത്താതെ, ആ നിയോഗത്തിന് ഇന്നും നീ വില കൊടുക്കാതെ കറങ്ങി തിരിയുന്നെന്ന് ചില ദൈവമക്കളുടെ ആത്മവാലോചന പറയുക. എന്നാൽ ഇന്ന് രാത്രി നീ ആ നിയോഗത്തിന് ഇന്നലകളിൽ നിന്റെ ചെവിയിൽ കേട്ട, ഇന്നലകളിൽ നിന്റെ വെളിപ്പാടിന്റെ മണ്ഡലത്തിൽ തുറന്നു കാണിച്ചു തന്ന, ഇന്നലകളിൽ നിന്റെ പ്രവചന ശബ്ദത്തിനകത്ത് നിന്റെ നാവിൽ തന്ന ചില നിയോഗങ്ങളെ ഇന്ന് രാത്രിയിൽ നീ തിരിച്ചു പിടിക്കാൻ, ആ നിയോഗത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ദൈവാത്മാവാലോചന പറയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ആ കരങ്ങൾ ഉയർത്തി, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ ഉയർത്തിയോ അതരങ്ങ് തുറന്നോ ഒക്കെ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ, വായിച്ച വാക്യത്തിലേക്ക് എനിക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ പോകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ ആത്മാവിൽ ചിന്തിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ. കണ്ടോ? അന്നാണ് പത്രോസിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനിടയായി തീർന്നത്. എന്നിട്ട് തമ്പുരാൻ പത്രോസിനോട് പറയാ, കുഞ്ഞെ, ഇനി നീ മീനെ ഒന്നും പിടിക്കാൻ പോകണ്ട, ഇനി നീ മനുഷ്യനെ പിടിക്കുന്നവരാകും. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ എന്റെ അകം തിളയ്ക്കും ദൈവമക്കളെ. 18-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് 30 വയസ്സുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതിശക്തമായി തമ്പുരാൻ ഉപയോഗിച്ചതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു ദൂത്. ആമേൻ സ്തോത്രം. നിന്നെ മീൻ പിടിക്കുന്നവനല്ല, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കൂ. ഇന്ന് രാത്രി ഈ ലൈവിൽ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ കേട്ട ദൂതിനകത്തു നിന്നുകൊണ്ട് കണ്ടാൽ ദൈവാത്മാവിൽ ശരണം പ്രാപിച്ച് ഒരു ദൂത് പറഞ്ഞോട്ടെ. നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കത്തക്ക രീതിയിലുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ പെയ്തിറങ്ങുന്നെന്ന് ദൈവാത്മാവാലോചന പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടെ. ആമേൻ. പത്രോസിനോട് പറഞ്ഞു, ആമേൻ, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കോ, മനുഷ്യനെ പിടിക്കുന്നവനാക്കോ. ഉടനെ തമ്പുരാന്റെ നിയോഗത്തെ ഏറ്റെടുത്തിട്ട് കിട്ടിയ മീനെയും പടകിനെയും വലയൊക്കെ അവിടെ ഇട്ടിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിക്കാൻ തുടങ്ങി. 3.5 വർഷമാതയ മക്കളെ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. ചിന്ത പറഞ്ഞോട്ടെ, മുമ്പോട്ട് പോക്കണേ. ശ്രദ്ധിച്ചു കേട്ടോണേ. ആമേൻ. 3.5 വർഷം. അന്ന് പത്രോസ് ഒരു വിടുതൽ കണ്ട. എന്താ വിടുതൽ കണ്ടത്? ശൂന്യമായ പടക് നിറഞ്ഞു നിൽക്കുന്ന വിടുതൽ പത്രോസ് കണ്ടു. അന്ന് ദൈവാത്മാവ് ഈ പത്രോസിനോട് ഒരു ദൂത് പറഞ്ഞു. എന്താ ദൂതെന്നറിയാമോ? ആമേൻ സ്തോത്രം. കേട്ട ദൂതിങ്ങനെ, നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അതിശക്തമായ ദൂതാ കേട്ടത്. പറഞ്ഞതാരാ? പിതാവാകുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. അപ്പോ ഒരിക്കലും ആ ദൂതിന് മാറ്റം വരുത്തില്ല, ആ ദൂത് തെറ്റായി പോകത്തില്ല. കാരണം ഒരു മനുഷ്യനല്ല പറഞ്ഞത്, അതിശക്തമായ ദൂതാണ് പത്രോസ് കേട്ടത്. എന്നാൽ 3.5 വർഷം, കേട്ടോണേ ദൈവമക്കളെ, 3.5 വർഷം ആമേൻ സ്തോത്രം യേശുവിന്റെ കൂടെ ഈ പത്രോസ് നടന്നു. കേട്ടോണേ, 3.5 വർഷമായിട്ടും കേട്ട ദൂത് ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നെങ്കിലും നിവർത്തിയായോ? ഒരാളെങ്കിലും പത്രോസിന് പിടിക്കാൻ പറ്റിയോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? കേട്ട വാഗ്ദത്തം 3.5 വർഷത്തിന് മുമ്പേ കേട്ട വാഗ്ദത്തം 3.5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അത് സംഭവിച്ചില്ല. യേശുവിന്റെ കാലത്തിൽ ഒരിക്കൽ പോലും അത് സംഭവിച്ചില്ല. പത്രോസിന് വേണമെങ്കിൽ പറയാ, ആമേൻ സ്തോത്രം, ഇനി കേട്ട വാഗ്ദത്തം ഒന്നും നിവർത്തിയാകത്തില്ല, അതിന്റെ നിവർത്തിയിലേക്ക് വരുത്തില്ല. ആമേൻ. അതൊക്കെ മറഞ്ഞുപോയി, അന്ന് അവിടെ നിന്നാ മതിയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പത്രോസിനോട് ചിന്തിക്കാമായിരുന്നു. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ഈ ദൂത് ആരുടെയോ ദൈവാത്മാവിൽ മുഖത്തു നോക്കി പറയുകയാണ്. നീ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വാഗ്ദത്തങ്ങൾ ഇതുവരെയും നിവർത്തിയായില്ലെന്നുള്ള ഒരു വേദനയുടെ മുറിവ് നിന്റെ ഹൃദയത്തിനകത്തുണ്ട് എന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ആ മുറിവിനെ ഉണക്കാൻ നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവിനെ സ്വർഗം ഇന്ന് രാത്രിയിൽ അയക്കുന്നെന്ന് ആത്മാവാലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ടോ? സ്തോത്രം. അങ്ങനെ ആമേൻ. ഈ പത്രോസ് 3.5 വർഷമായിട്ടും ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഈ ദൂത് നിവർത്തിയായില്ല. ഈ ദൂത് വേണമെങ്കിൽ ആമേൻ പത്രോസിനെ ഒഴിവാക്കി കളയാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, തമ്പുരാൻ പോയി. ആമേൻ. ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു,
ഉയർത്തെഴുന്നേറ്റു, മറുരൂപം സ്തോത്രം മലയിൽ കൊണ്ടുപോയി ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചോണ്ട് തന്നെ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുക. എന്റെ ചിന്ത, ഈ കയറിപ്പോകുന്ന സമയത്ത് വാഗ്ദത്തം കേട്ട പത്രോസിന്റെ അകത്തൊരു ചിന്ത വേണമെങ്കിൽ ഉണ്ടാകാം. എന്താ ചിന്ത എന്നറിയാമോ? യേശുവേ, നീ ഈ 3.5 വർഷത്തിന് മുമ്പേ എന്നോടൊരു ദൂത് പറഞ്ഞായിരുന്നു. എന്താ ദൂത്? മനുഷ്യനെ പിടിക്കുമെന്ന്. എന്നാൽ ഇന്നു വരെയും അത് സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ പത്രോസിന് യേശുവിനോട് പറയാമായിരുന്നു. എന്നാൽ പത്രോസ് യേശുവിനോട് പറഞ്ഞില്ല. ദൈവമക്കളെ, സ്തോത്രം കേട്ടോണേ. ഈ എന്റെ ചിന്തയാണ്, എന്റെ ചിന്ത. യേശു മുകളിലോട്ട് പോകുമ്പോഴും സ്തോത്രം പത്രോസിന്റെ അകത്ത് ഈ ദൂതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം. എന്നാൽ യേശു പോയപ്പോഴോ യേശുവിന്റെ കാലത്തോ ഈ ദൂതിനെ ഉറപ്പിക്കുന്ന ഒരു മറുദൂതും ഈ പത്രോസിനോട് പറഞ്ഞില്ല. ഓ ഹല്ലേലൂയ! പിടികിട്ടുന്നുണ്ടോ? മറുദൂതും പത്രോസിനോട് പറഞ്ഞില്ല. ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും ഒക്കെ തമ്പുരാന്റെ ആത്മാവിൽ ഏതെങ്കിലും ഒരു ദൂത് പറഞ്ഞ് നിവർത്തിയാകാതെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് സ്തോത്രം പാസ്റ്ററെ ഈ ദൂത് ഇന്ന സമയത്ത് നടക്കുമെന്നാ പറഞ്ഞത്, നടന്നില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു മറുദൂത് വെളിപ്പെട്ടു വരും. ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ നിവർത്തിയാകും, അല്ലെങ്കിൽ പ്രാർത്ഥനാക്കുറവ്, അല്ലെങ്കിൽ ആരാധനക്കുറവ്, അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്നേതെങ്കിലും ഒരു മറുദൂത് വെളിപ്പെട്ടു വരും. എന്നാൽ പത്രോസിനോട് ഒരു മറുദൂതും യേശു പറഞ്ഞില്ല. അതാ എന്റെ വേദന. മറുദൂതും യേശു പറഞ്ഞില്ല. മറുദൂത് പറയാതെ ഈ പത്രോസിനെ 3.5 വർഷം യേശു കൂടെ കൊണ്ടു നടന്നു. എന്നാൽ നിങ്ങൾ കേട്ടെ, 3.5 വർഷം കഴിഞ്ഞ് യേശു മേലോട്ടെടുക്കപ്പെട്ടു. മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നു. ആ ആത്മസാന്നിധ്യത്തിനകത്ത് നിന്ന് കേട്ട വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചകത്തുറപ്പിച്ച പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 എണ്ണം സഭയ്ക്കകത്ത് കയറി. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയാണ്, നീ കേട്ട വാഗ്ദത്തം നിവർത്തിയായില്ലെന്ന് പറഞ്ഞ് നീ പേടിക്കണ്ട. പിന്നെയോ വാഗ്ദത്തത്തെ നിവർത്തിയാക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവില നിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടു വരും. വിശ്വസിക്കാൻ പറ്റുന്നവർ അവർ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അവരുടെ ദൈവാത്മാവ് ദൂത് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നിന്റെ വാഗ്ദത്തത്തെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ ദൈവാത്മാവ് ഇന്ന് രാത്രി മഴ പോലെ പെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ഒന്നും കൂടെ ഞാൻ പറയാം. സ്തോത്രം. കണ്ടോ, കേട്ട വാഗ്ദത്തം പരിശുദ്ധാത്മാവിനാൽ നിവർത്തിയിലേക്ക് വന്നു. ആ ദൂതിനെ തെളിയിക്കാൻ ഒരു ദൂത് കൂടെ ഞാൻ പറയാം. സ്തോത്രം. എന്റെ വിഷയം വിട്ടു നിൽക്കുകയാണ് എങ്കിൽ ഒരു ദൂത് കൂടെ ഞാൻ പറയാം. സ്തോത്രം. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഒരു കന്യകയായ സ്ത്രീ, പേര് മറിയെന്ന, തൻ്റെ റൂമിനകത്തേക്ക് കയറിയപ്പോൾ റൂമിൻ്റെ വാതിൽ, എൻ്റെ ഭാവനയാണ്, വേദപുസ്തകത്തിൽ നിന്നുമല്ലേ, എൻ്റെ ധ്യാനത്തിലും എൻ്റെ പഠനത്തിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാവനയിൽ ചിത്രീകരിക്കുന്ന ചില ഭാഗങ്ങളാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. കതകങ്ങോട്ടടച്ചു. കതകിൻ്റെ മറവിൽ ഒരു ദൂതൻ വെളിപ്പെട്ട് നിൽക്കുക. ദൂതൻ വെളിപ്പെട്ടിട്ട് പുറകെ നിന്ന് മറിയെ വിളിച്ചു, മറിയെ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. എന്തോ കാര്യം? സ്തോത്രം. നീ ഒരു പുരുഷ പ്രജയ്ക്ക് ജനനം കൊടുക്കും. എങ്ങനെ സംഭവിക്കും? ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സ്തോത്രം. പുരുഷ പ്രജയ്ക്ക് ജനനം കൊടുക്കും. എങ്ങനെ? സ്തോത്രം. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിടും. സ്തോത്രം. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിടും. അവള് ഒരു വാഗ്ദത്തം കേട്ടു. എന്താ വാഗ്ദത്തം കേട്ടത്? നീ ഒരു പുരുഷ പ്രതിക്ക് ജനനം കൊടുക്കും. സ്തോത്രം. അവള് ചോദിച്ചു, ഞാൻ കന്യകയാ, ഇതെങ്ങനെ സംഭവിക്കും? ഈ ദൂതൻ മറുദൂത് പറഞ്ഞു. എന്താ പറയുന്നത്? സാധാരണയായിട്ടല്ല, അസാധാരണമായിട്ട്. എങ്ങനെ? പരിശുദ്ധാത്മാവിന. സ്തോത്രം. കേട്ട വാഗ്ദത്തം നിവർത്തിയാകുന്നത്
പരിശുദ്ധാത്മാവിനാൽ. മറിയ കേട്ടത്, നീ കേട്ട ദൂത് നിവർത്തിയായത് പരിശുദ്ധാത്മാവിനാലാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ കേട്ട വാഗ്ദത്തം നിവർത്തിയാക്കാൻ ദൈവാത്മാവ് നിന്റെ റൂമിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നെന്ന് ആത്മാവ് ആലോചന പറയുക. വിശ്വസിക്കാൻ പറ്റുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പനിമിഷങ്ങൾ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ, ഈ ദൂതിന് ആത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂത് നിവർത്തിയായി. എങ്ങനെ നിവർത്തിയായി? സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിന്റെ വാഗ്ദത്തം എങ്ങനെ നിവർത്തിയാകും? ഏത് വിധത്തിൽ പോകും? എവിടെ ചെന്ന് ചേരും? വാഗ്ദത്തം നിവർത്തിയാകുമോ എന്നൊക്കെ സംശയചോദ്യത്തിനകത്ത് നിൽക്കുന്ന ചില ദൈവമക്കളോട് ആത്മാവിൽ ദൂത് പറയാ, നിന്റെ വാഗ്ദത്തം നിവർത്തിയാകുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൂടുതൽ കൊണ്ടല്ല, ആമേൻ സ്തോത്രം, നിന്റെ ഉപവാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, പിന്നെയോ നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിനാൽ. നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിനാൽ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിനാൽ, നിന്റെ തലമുറയിൽ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിനാൽ നിന്റെ വാഗ്ദത്തം പുറത്തു വരാൻ പോകുക. ആമേൻ സ്തോത്രം. അതാണ്ട് ഒരു ദൂത് കൂടെ പറയാം. ആ ഭാഗത്ത് തന്നെ നിന്ന് ഒരു ദൂതോടെ ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടെ, അത് പഴയ നിയമത്തിൽ നിന്നാ. പഴയ നിയമത്തിന എന്താ? പഴയ നിയമത്തിന് പറഞ്ഞുതരാം. സ്തോത്രം. അതാണ്ട് ആമേൻ സ്തോത്രം. പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, ഒത്തിരി പേരുണ്ട്, ഒരു മനുഷ്യന്റെ പേര് പറയാം. പേര് ജോസഫ് എന്നാ. വാഗ്ദത്തം കിട്ടി, സ്വപ്നം കണ്ടു. ബാക്കി സഹോദരന്മാർ സ്തോത്രം ദാണ്ടെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പൊത്തിപ്പറിന്റെ വീട്ടിൽ പോയി അടിമക്കാർക്ക് വിറ്റു. പൊത്തിപ്പറിന്റെ വീട്ടിൽ പോയി, പിന്നെ അവിടുന്ന് കാരാഗ്രഹത്തിൽ പോയി. കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വരുന്നത് എങ്ങനെയാ നിങ്ങൾ ശ്രദ്ധിച്ചേ? കൊട്ടാരത്തിൽ വരുന്നത് രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാനാണ്. കൊട്ടാരത്തിനകത്ത് കയറി സ്വപ്നം ജോസഫിനോട് പറഞ്ഞു, മണി പോലെ ഉണ്ടോ. അവിടെ മന്ത്രവാദികളും ശകുനവാദികളും ഒക്കെ നിരന്ന് നിൽക്കുമ്പോൾ അവർക്കാർക്കും ഈ സ്വപ്നം വ്യാഖ്യാനിക്കാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ചേർക്കം വന്ന് സ്വപ്നത്തെ മണി പോലെ വ്യാഖ്യാനിക്കുക. എന്താ കാരണം അറിയാവോ? രാജാവ് അവനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. എന്താ സാക്ഷ്യം അറിയാവോ? അവൻ നിന്നെ പോലെ ദൈവാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ ഈ രാജ്യത്തില്ല. ആമേൻ. ഒന്നും കൂടെ പറയാം, ദൈവാത്മാവ് ഉള്ള മനുഷ്യൻ മറ്റെങ്ങുമില്ല. അപ്പോ ഈ തൂത് പറഞ്ഞിട്ട് ഈ രാജാവ് ഇവരെ മന്ത്രിക്കസേരയിൽ കയറ്റി. കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം നിവർത്തിയായത് ദൈവാത്മാവിലാ. ആമേൻ. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം നിവർത്തിയായത് ദൈവാത്മാവിലാണ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നെ കൊട്ടാരത്തിൽ കയറ്റുമെന്ന് ദൈവാത്മാവ് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേലെ ഇന്ന് രാത്രി ചലിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. ചൂടാമാന ശന്തരാരവൽക്കര. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ശക്തമായ നിയോഗങ്ങൾ കൈമാറി ദൂത് ദൈവാത്മാവിനാൽ പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. അങ്ങനെ വെളിപ്പെട്ടു വന്നു, സഭ സ്ഥാപിക്കപ്പെട്ടു. സഭയിൽ പ്രധാനിയായി പത്രോസ് മാറി. തൻ്റെ മരണത്തിന്റെ സമയമെടുത്തു. അതാണ് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം, ഒന്നാമത്തെ അധ്യായം. ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വായിച്ച വാക്യത്തിലേക്ക് എനിക്ക് വരണമല്ലോ. ഒത്തിരി ദൂതുകൾ പറയാൻ താല്പര്യമുണ്ട്. സമയത്തിന്റെ കുറവ് മുഖാന്തരം ആ വായിച്ച വാക്യത്തിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക. ശ്രദ്ധിക്കട്ടെ, പത്രോസിന്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് എത്തി. വായിക്കുന്നത് സ്തോത്രം. എന്താണ്ട് എന്റെ കർത്താവായ യേശു ക്രിസ്തു അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താ? എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ പത്രോസിന്റെ മരണസമയത്തെ കുറിച്ച് ഒരറിവ് ദൈവം പത്രോസിന് കൊടുത്തു.
അങ്ങനല്ലേ ആ വാക്യം വായിക്കുന്നത്? എങ്ങനെ? ആമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. എന്തോത്തിന്റെ അറിവ്? ആമേ, എൻ്റെ കൂടാരം പൊളിഞ്ഞ് പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന്. കേട്ടോ, തൻ്റെ കൂടാരം പൊളിഞ്ഞ് പോകുവാൻ എന്നൂടെ പറഞ്ഞാൽ മരണം അടുത്തിരിക്കുന്നു എന്ന് പത്രോസിന് ദൈവം അറിയിക്കാനിടയായിത്തീർന്നു. ഓ, എന്തൊരു ഭാഗ്യ ദൈവമക്കളെ! തൻ്റെ മരണം, സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞാൽ തൻ്റെ മരണം ഇന്ന സമയത്ത് മരിക്കുമെന്ന് പത്രോസിന് മുൻകൂട്ടി ദൈവം അറിയിച്ചു കൊടുത്തു. ഓ, ഭക്തന്മാരുടെ അവസ്ഥയെ, സ്തോത്രം, എനിക്കറിയാം. പഴയ നിയമത്തിലും ഈ കാലഘട്ടങ്ങളിലൊക്കെ, 20-ാം നൂറ്റാണ്ടിലും ഇതിനു മുമ്പിട്ടുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ ഭക്തന്മാർ പറഞ്ഞു മരിച്ച ചരിത്രം എനിക്കറിയാം. സ്തോത്രം, ചരിത്ര പുസ്തകത്തിനകത്ത് വായിക്കുന്നുണ്ട്, ഭക്തന്മാർ പറഞ്ഞ് ഇന്ന സമയത്ത്, ഭക്തന്മാരും ഇന്ന സമയത്ത് ഇന്നതുപോലെ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു മരിച്ച, സ്തോത്രം, ദൈവം അവരെ അറിയിച്ചു. ഓ, ഉടവലകസിയ, ഇന്ന് രാത്രി ഞാൻ ഇത് വായിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്തേക്കൊരു നിയോഗം. ആമേൻ, സ്തോത്രം. തൻ്റെ മരണത്തെ ദൈവം പത്രോസിനെ അറിയിച്ചു കൊടുത്തു. സ്തോത്രം. അങ്ങനെ അറിവ് തന്നത് എന്ന് അറിയിരിക്കുക. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ പത്രോസ് പറയുക, ഞാൻ മരിക്കുന്നതിന് മുമ്പിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് അറിയിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. സ്തോത്രം. പക്ഷേ അത് ഞാൻ മരിച്ച് കഴിഞ്ഞാലും അത് പ്രസ്താവിക്കപ്പെടും. ആമേൻ, ആമേൻ. ഒന്നുകൂടെ പറയാം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ മരിച്ചാലും നിങ്ങളത് ഓർക്കും. ആമേൻ. പിടികിട്ടിയോ? എന്താ ആ കാര്യം? ആ കാര്യം എന്താ? സ്തോത്രം. ആ കാര്യമാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. സ്തോത്രം. ഏത്? 16-ാമത്തെ വാക്യം. ആമേൻ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. കേട്ടോ, പത്രോസ് പറയാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം. പത്രോസ് പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പ്രസംഗിച്ചത്, ഇത്രയും കാലം ദൈവസഭയോട് ഞങ്ങൾ പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? കേട്ടുകേൾവിയല്ല, ഏതെങ്കിലും അമ്മുമ്മ കഥകളല്ല, അല്ലെങ്കിൽ ബാലരമേന്നോ കുട്ടൂസിന്റെ കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോവലീന്നോ കിട്ടിയതല്ല ഞങ്ങൾ പ്രസംഗിച്ചത്. ഓത്ര നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഞങ്ങൾ പ്രസംഗിച്ചത്, ആമേൻ, ഞങ്ങൾ പ്രസംഗിച്ചത് കേട്ടറിവല്ല, ബാലരമയിലെ കഥയല്ല, വനിതയിലെ കഥയല്ല, നോവലിലെ കഥയല്ല. സ്തോത്രം. പിന്നെ എന്താണെന്നറിയാമോ? ആമേൻ. അവിടെ തന്നെ പറയുന്നുണ്ട്, കണ്ടറിവാണ്. മഹിമ കണ്ട് അനുഭവിച്ചവരാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെയും കൂടെ വിവേചിച്ചാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോണേ. ആമേൻ. ഞങ്ങൾ കേട്ടറിവോ കണ്ടറിവോ വായിച്ചറിവോ അല്ല പ്രസംഗിക്കുന്നത്, പിന്നെയോ മഹിമ കണ്ട് അനുഭവിച്ചാണ് പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, ഒരു വിഷമത്തോടെ ഒരു ദൂത് ഈ ലൈവിൽ ഞാൻ പറഞ്ഞോട്ടെ, ആത്മാവിൽ ശരണപ്പെട്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ് അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാർ, കേട്ടോണേ, ശുശ്രൂഷകന്മാർ അറിവിനകത്ത് നിന്ന് ശുശ്രൂഷിക്കുന്നതാണ് ഇന്നത്തെ വേദപുസ്തക ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പരാജയം. ആമേൻ. സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, അനുഭവമില്ല. സ്തോത്രം. അവർ കേട്ടറിവാണ്. ഏതെങ്കിലും പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും, ആമേൻ, സ്തോത്രം, ദൈവദാസന്മാർ എഴുതിപ്പിടിപ്പിച്ച നോവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാർ വായിക്കേണ്ടതല്ല പറയുന്നേ, വായിക്കണം. അത്
നമ്മുടെ ജീവിതത്തിൽ അറിവ് നൽകും. പക്ഷേ ഇത് നീ ശുശ്രൂഷയാക്കരുത്. ഓ സ്തോത്രം. ഇത് നീ ശുശ്രൂഷയാക്കരുത്. നിന്റെ അറിവ് നീ ശുശ്രൂഷയാക്കരുത്. പിന്നെ എന്താ ശുശ്രൂഷയാക്കണ്ടേ? നിന്റെ അനുഭവം നീ ശുശ്രൂഷയാക്കണം. ഗ്ലോറി ചുടബലബലവ ശന്തര. നിന്റെ അനുഭവത്തെ നീ ശുശ്രൂഷയാക്കാൻ തുടങ്ങിയാൽ ആ അനുഭവത്തിനകത്ത് അതിശക്തമായ ദൈവപ്രവൃത്തികൾ നീ കാണുവാനിടയായിത്തീരും. ആമേൻ. സ്തോത്രം. തിരിച്ചറിയുന്ന പറയുന്നതുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ടോ, പത്രോസ് പറയുക, ഞങ്ങൾ അറിവിൽ നിന്നല്ല, പിന്നെയോ അനുഭവത്തിനകത്ത് നിന്നാണ് ശുശ്രൂഷിക്കേണ്ടത്. ഇന്നത്തെ പല ദൈവദാസന്മാർക്കും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പല ദൈവദാസന്മാർക്കും അനുഭവമില്ല. അനുഭവമില്ലാത്തതാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പരാജയം. ആമേൻ. എന്നാൽ അനുഭവത്തിൽ നീ ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ അതിശക്തമായ ദൈവപ്രവൃത്തി സ്വർഗ്ഗം നിന്നിലൂടെ ചെയ്യാനിടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഉണ്ടോ? സ്തോത്രം. ചാലാധാര ഷാധാരാമ ധീരാജാല ശതരാദിയ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ ആമേൻ, കവനെടുത്ത ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദൈവത്തിന്റെ നാമത്തിന് വന്ദനങ്ങളെ ചൊല്ലുക. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായി ഇന്ന് രാത്രി പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവിനോട് ആലോചന പറയുക. ശ്രദ്ധിച്ചേ. അപ്പോൾ ആമേൻ, സ്തോത്രം. അനുഭവത്തിൽ നിന്നാണ് പൗലോസ് ശുശ്രൂഷിക്കുന്നത്. കേട്ടോ, മഹിമ കണ്ട സാക്ഷികൾ. ഞാൻ ആ ഭാഗത്തിനകത്ത് നിന്നു. ആ ഭാഗത്തിനകത്ത് നിന്നിട്ട് ഞാൻ ദൈവാത്മാവിൽ ആ ഭാഗത്തെ ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങി. എന്താ ഈ പത്രോസ് പറഞ്ഞത് മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയാൻ കാര്യം എന്താ? സ്തോത്രം. മഹിമ ഇവരെപ്പോഴാ കണ്ടത്? എങ്ങനെയാണ് ഇവർ മഹിമ കണ്ടത്? സ്തോത്രം. ഈ ഭാഗം നാം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാർ. എത്ര ശിഷ്യന്മാരെന്നറിയോ? 12. ഒത്തിരി ശിഷ്യന്മാരുണ്ട്. എങ്ങനെ 12 ശിഷ്യന്മാർ? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, മത്തായി, അൽഫായിയുടെ മകൻ യാക്കോബ്, തത്തായി, ശീമോൻ, യൂദ എന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 12 ശിഷ്യന്മാർ. ഈ 12 ശിഷ്യന്മാരും പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ കൂടെ നടക്കുക. എന്നാൽ ഈ 12 ശിഷ്യന്മാരിൽ നിന്ന് പത്രോസും യോഹന്നാനും യാക്കോബും, എന്നോട് പറയാം, പത്രോസും യോഹന്നാനും യാക്കോബും, ഇവർ 3 പേര് വ്യത്യസ്തമായിട്ട് നിൽക്കുക. യേശു എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് പോയാൽ അവിടെ ഈ 3 പേരെ കൊണ്ട് നടക്കും. സ്തോത്രം. ഏറ്റവും വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലാണ് ഇവരെ 3 പേരെയും ഒരുമിച്ച് കൊണ്ടുപോയത്. ഒന്ന്, സ്തോത്രം, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ മലയിൽ കൊണ്ടുപോയി. രണ്ടാമത്തെ ഭാഗം യായിറോസിന്റെ മകൾ മരിച്ചു കിടക്കുന്ന അതേ റൂമിൽ, സ്തോത്രം, ഈ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ, കേട്ടോണേ, ജീവിപ്പിക്കാൻ യേശു കയറുന്നതിനോടൊപ്പം തന്നെ ഈ 3 ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഈ 3 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. അത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം യേശു അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ, കേട്ടോണേ, അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ യെരുശലേം ദൈവാലയം ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഈ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഈ ദേവാലയത്തെ കുറിച്ച് ഈ 3 ശിഷ്യന്മാരും ഒരുമിച്ച് ചോദിച്ചു, ഇത് എപ്പോൾ സംഭവിക്കും? ഇനി നാലാമത്തെ ഭാഗം, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന. ഈ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ സ്തോത്രം, ഈ യേശു ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരെ കൊണ്ടുപോയി. 12 ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് മാറിപ്പോയി, ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി. കൂടെ 3 പേരെയും കൊണ്ടുപോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് കൂടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് ഈ യേശു കൊണ്ടുപോയത്. സ്തോത്രം. ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഇവരെ 3 പേരെ എന്തിനാ സ്പെഷ്യലായിട്ട് അങ്ങ് കൊണ്ടുപോയത്? സ്തോത്രം. യേശു എന്നോട് പറഞ്ഞ ദൂതുണ്ട്. എന്റെ കാലത്തിന് ശേഷം മറ്റ് ശിഷ്യന്മാർ ഉപയോഗിക്കപ്പെടുന്നതിനും അതിശക്തമായി ഉപയോഗിക്കപ്പെടാൻ ഞാൻ ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരുടെ ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്, നിനക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പ്രയാസം നാളുകളിൽ വരാൻ പോകുന്ന ശുശ്രൂഷയുടെ അതിശക്തതയാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ.
ഓ ഷാറാഖാമാനസിയ കണ്ടോ, പ്രൈസലോ. ഈ 3 പേരെ കൊണ്ടുപോയത് ആമേ തൻ്റെ ശുശ്രൂഷയുടെ വ്യാപ്തി ഉണ്ടാകാനാണ്, അവരുടെ ശുശ്രൂഷകൾക്ക് വ്യാപ്തി ഉണ്ടാകാനാണ്. ഇന്ന് രാത്രി നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ കണ്ണുനീരുകൾ വർദ്ധിച്ചു വരുന്നെങ്കിൽ ഓർത്തോ, നാളുകളിൽ നിനക്ക് അതിശക്തമായ ഒരു ശുശ്രൂഷയെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്ന ദൂത്. കണ്ടോ, 3 പേരെ കൊണ്ടുപോയി മുമ്പോട്ട് പോയിക്കോട്ടെ. സ്തോത്രം. അങ്ങനെ അതിനകത്തൊരു ഭാഗമാണ് ആമേൻ സ്തോത്രം. ലൂക്കോസ് ആ ഭാഗം വായിച്ചു വരുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ മത്തായി സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളാണ്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളിൽ 6 ദിവസം കഴിഞ്ഞിട്ട് യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി. കണ്ടോ, ഇവരെ 3 പേരെയും കൂടെ കൂട്ടി മലയുടെ മുകളിലേക്ക് കയറിയ. ഈ മലയുടെ മുകളിൽ കയറി യേശു പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. അവിടെ ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം വന്നിറങ്ങി. ദൈവത്തിന്റെ സാന്നിധ്യം വന്നിറങ്ങി. ഇത് പത്രോസ് കണ്ടു. ആമേൻ. ഇത് പത്രോസ് കണ്ടു. ഈ കണ്ടതാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ മഹത്വം കണ്ടവർ. ആമേൻ. മഹിമ എന്ന് പറയുന്ന അർത്ഥം ആമേൻ മഹത്വം എന്നാണ്. മഹത്വം. സ്തോത്രം. പൗലോസ് പറയുക, പത്രോസ് പറയുകയാണ്, ഞങ്ങൾ മഹത്വം കണ്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, നീ ചില മഹത്വം കാണാൻ പോകുക. സ്തോത്രം. നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. മുമ്പോട്ട് പോയിക്കോട്ടെ. ആ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചേ. അപ്പോൾ ആമേൻ പത്രോസ് പറയുക, ആ മലയിൽ ഞാൻ മഹത്വം കണ്ടു. കേട്ടോണേ. സ്തോത്രം. 12 ശിഷ്യന്മാരാണ് യേശുവിന്റെ കൂടെ നടക്കുന്നത്. പക്ഷെ മഹത്വം കണ്ടവർ 3 പേരാ. സ്തോത്രം. എങ്ങനെ നമുക്ക് ഈ മഹത്വം കാണാൻ പറ്റും? എങ്ങനെയാണ് നമുക്ക് മഹത്വം കാണാൻ പറ്റുന്നത്? മഹത്വം കാണാൻ പറ്റുന്നത് ഒറ്റ ഉത്തരവേ, യേശുവിനോട് നീ ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ അവന്റെ മേൽ വെളിപ്പെട്ട മഹത്വം നീ കാണാനിടയായിത്തീരും. ഓ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നീ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, നീ യേശുവിനോട് കൂടെ നിൽക്കാൻ തയ്യാറായാൽ നീ ചില മഹത്വം കാണാൻ പോകുക. ആമേൻ. സ്തോത്രം. എന്താ ഈ മഹത്വത്തിന്റെ പ്രത്യേകത? ഈ മഹത്വത്തിന്റെ പ്രത്യേകത ഇത് നമ്മൾ അറിയണമെങ്കിൽ, ഓ ഷാറ ഖമാന ചുടബലവ ശന്തരാദിയ, ഈ മഹത്വത്തിന്റെ പ്രത്യേകത നാം അറിയണമെങ്കിൽ കാനാവിലെ വീട്ടിലേക്ക് പോകണം. കാനാവിലെ വീട്ടിൽ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി. അവിടെ വായിക്കുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. എങ്ങനെ? അവൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. കണ്ടോ, യേശുവിനോട് കൂടെ നിൽക്കുന്ന നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ദൈവത്തിന്റെ തേജസ് നീ കാണും. അങ്ങനെ തേജസ്സിന്റെ പ്രത്യേകത എന്താ? തേജസ്സിന്റെ പ്രത്യേകത പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത. ആമേൻ. ഓ ഷറഖമനസിയ. ഒന്നുകൂടെ ഞാൻ പറയാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ് മഹത്വത്തിന്റെ പ്രത്യേകത. യോഗ്യതയില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, നിറമില്ലാത്ത പച്ചവെള്ളത്തെ ഗുണമുള്ള, രുചിയുള്ള, മാന്യതയുള്ള വീഞ്ഞാക്കി മാറ്റിയത് ദൈവത്തിന്റെ മഹത്വമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയുക, നിന്റെ ചില ശൂന്യതയുടെ വിഷയത്തിനുമേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. മഹത്വം വെളിപ്പെട്ടാൽ നിന്റെ പച്ചവെള്ളം വീഞ്ഞാകാൻ പോകുക. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ ദൈവത്തിന്റെ കൂടെ നിങ്ങൾ മഹത്വം കാണും. മഹത്വം കണ്ടാൽ നിന്റെ ചില ശൂന്യതകൾ ദൈവാത്മാവ് മാറ്റാൻ പോകുക. പ്രാർത്ഥിക്കാൻ എത്ര പേരിനകത്തുണ്ട്? എൻ്റെ വാക്കുകൾ ഞാനിവിടെ വിരാമം കുറിക്കുക. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ ആത്മാവിൽ ഒരു തൂതൂടെ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾക്ക് ഈ ലൈവിൽ കേൾക്കുന്ന ദൈവമക്കൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവിൽ താഴെ കമൻ്റായി എഴുതാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്താ പ്രാർത്ഥിക്കുന്നത്?
ദൈവമക്കളെ, പത്രോസ് പറഞ്ഞു, ഞങ്ങൾ മഹത്വം കണ്ടവരാ. ആ മഹത്വമാണ് പത്രോസിന്റെ ശുശ്രൂഷകൾ അതിശക്തിയുള്ളതായി മാറാൻ കാരണമായി തീർന്നത്. എവിടെ വെച്ചാ മഹത്വം കണ്ടത്? യേശുവിന്റെ കൂടെ നടന്നപ്പോൾ യേശുവിന്റെ മേൽ വെളിപ്പെട്ട മഹത്വം കണ്ടു. ഇന്ന് രാത്രി നീ കൂടെ നടക്കാൻ തയ്യാറായാൽ, ഓ ശരകമനകസിയ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകാതെ നിൽക്കാൻ തയ്യാറായാൽ, നിന്റെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ചില ശൂന്യതകൾ ഇന്ന് രാത്രി വഴിമാറാൻ പോകുകയാണ്. നിന്റെ തലമുറയിൽ ഇന്ന് രാത്രി നിലനിൽക്കുന്ന ചില ശൂന്യതകൾ ഇന്ന് രാത്രി വഴിമാറാൻ പോകുകയാണ്. അവൻ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? എൻ്റെ കുടുംബത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. എൻ്റെ തലമുറയിൽ ഇന്ന് രാത്രി അവന്റെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. ചേർന്ന് നിൽക്കാൻ എത്ര പേർ ഇതിനകത്തുണ്ട്? സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, കാനാവിലെ കല്യാണ വീട്ടിലെ ശൂന്യത പോലെ എൻ്റെ കുടുംബത്തിൽ ഒരു ശൂന്യത, എൻ്റെ തലമുറകളിൽ ഒരു ശൂന്യത, എൻ്റെ കുടുംബത്തിൽ ഒരു ശൂന്യത. ഇന്ന് രാത്രി ആ ശൂന്യത മാറുന്ന മഹത്വത്തെ എൻ്റെ കുടുംബത്തിലൊന്ന് വെളിപ്പെടുത്തണമേ. ആ ശൂന്യത മാറുന്ന ആ മഹത്വത്തെ, ഈ ശൂന്യത മാറ്റുന്ന ആ മഹത്വത്തെ, ആ ശൂന്യത മാറ്റുന്ന ആ മഹത്വത്തെ ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അവന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിൽ ശക്തിയോടെ ദൈവാത്മാവ് ആലോചന പറയുക. അടകൽക്കന. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. ഈ ലൈവിൽ കേൾക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കണ്ണുകളെ അടച്ചോ. പ്രാർത്ഥിച്ചോ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ആ മഹത്വം, ആ മഹത്വം എൻ്റെ കുടുംബത്തിൽ, നീ ശൂന്യത അനുഭവിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിനകത്ത് ആ മഹത്വം വെളിപ്പെട്ട് വരാൻ വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചോ. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചോ. അവൻ വെളിപ്പെടുത്താൻ പോകുക. അവൻ വെളിപ്പെടുത്തും. ഇന്ന് രാത്രി ദൈവാത്മാവാലോചന പറയുക. അവൻ വെളിപ്പെടുത്തും. നിന്റെ കുടുംബത്തിൽ ഈ ലൈവ് തീർന്ന് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ ഒരു മഹത്വം, ശബലഗതരഘടകസിയ അർത്ഥനാരവൽക്കനാദിയാടുക ചുടബലബലവ ശന്തരാരകസിയ അതിശക്തമായ ഒരു മഹത്വം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ചില കുടുംബങ്ങളിലേക്ക്, ചില തലമുറകളിലേക്ക്, ചില സാമ്പത്തിക മേഖലകളിലേക്ക്, ചില ജോലി മേഖലകളിലേക്ക്, ചില ശാരീരിക രോഗ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് ചില വിഷയങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകുന്നെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ചില ദൈവമക്കളുടെ ആലോചന പറയുക. സ്തോത്രം. ശമനഗതരഘടകസിയ അർത്ഥനാരവൽക്കനാദകസിയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ലൈവിൽ ഇന്ന് രാത്രി വചനം കേട്ട സകല ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുക. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട വചനം അത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. സ്തോത്രം. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ തലമുറയിൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ സഭയിൽ വെളിപ്പെട്ടെ. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. മഹത്വം വെളിപ്പെടുന്ന അസാധാരണമായ ദൈവത്തിന്റെ വിടുതലുകൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗ്ഗം ചെയ്യണമേ. അപ്പാ, ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കല്ലേ. ഞങ്ങൾ ശൂന്യതയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പാ, ഞങ്ങളെ അങ്ങ് കൈവിടല്ലേ. ഞങ്ങൾ ശൂന്യതയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങയുടെ മഹത്വം വെളിപ്പെട്ട ശൂന്യത മാറുമല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ മഹത്വം വെളിപ്പെട്ടാൽ രോഗങ്ങൾ മാറുമല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്തോത്രം മഹത്വം വെളിപ്പെട്ടാൽ വഴിതെറ്റിപ്പോകുന്ന തലമുറകൾ നേരെയാകുമല്ലോ. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മഹിമ കണ്ട സാക്ഷികൾ, മഹത്വം കണ്ട സാക്ഷി, മഹത്വം കണ്ടവർ. ദൂത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യും. നാളുകളിൽ ഈ വചനത്തിൻ്റെ സാക്ഷ്യം
നിങ്ങൾ പറയുമെന്ന് ദൈവാത്മാവ് എന്നോട് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ താഴെ കമൻ്റായി പ്രാർത്ഥനാ വിഷയങ്ങൾ രേഖപ്പെടുത്തിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ആമേൻ സ്തോത്രം ലിജി KS എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഒരു ആമേൻ സ്തോത്രം പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. എൻ്റെ ഓഫീസിൽ ആമേൻ സ്തോത്രം ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം പറയാം. ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി കർത്താവ് അസാധാരണമായൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അതായിക്കട്ടെ. ആമേൻ. താൻ അനുഭവിക്കുന്ന വേദനകൾ, താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇന്ന് രാത്രി ഒരു മാറ്റം സംഭവിക്കട്ടെ. അറബ ശന്തരാരകൽക്കനാധികസ്യ ചിറകൊടിഞ്ഞു പോയതുപോലെ, ചിറകറ്റുപോയതുപോലെ വേദനകൾ നീറി ഈ ലിജി സിസ്റ്ററോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വേദനയ്ക്കകത്തു നിൽക്കുന്ന അനുഭവമാണെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുന്നു. ചില വേദനയ്ക്കകത്തു നിൽക്കുന്നു. ഈ വേദനകളെ മാറ്റി, സ്തോത്രം, വേദനകളെ മാറ്റി ഒടിഞ്ഞു പോയ ഒരു ചിറക് ഒടിഞ്ഞു പോയി ആമേ പറക്കാൻ, ഉയരത്തിലേക്ക് പറക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥക്കകത്തുനിന്ന് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ഒരു മാറ്റം തരുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒത്തിരി കമൻറ്റുകൾ, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വായിക്കാൻ ഇപ്പോൾ നമ്മൾ മുമ്പ് സമയമില്ല. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലൈവിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ജിജിൻ ആമേൻ സ്തോത്രം ബ്രദറിനോട്, ജിജിൻ വർഗീസ് ബ്രദറിനോട് ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാൻ ആമേൻ സ്തോത്രം അവസരമുണ്ട്. ആമേൻ സ്തോത്രം ഇതിൻ്റെ മുകളിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ആമേൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, ദൈവാലോചന അറിയിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കേട്ട വചനം നിങ്ങൾ മറക്കണ്ട. മഹത്വം വെളിപ്പെട്ടാൽ നിന്റെ ശൂന്യത മാറും. മഹത്വം വെളിപ്പെട്ടാൽ നിന്റെ ആമേൻ പരാതികൾ മാറും. അത് ഈ രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.